ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ് R1 R2 എക്സെട്ര Rn, ഒരു n നമ്പർ ഓഫ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്തു. ഈ വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സം സ്കേലാർസ് A1 A2 എക്സെട്ര An ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ A1 R1 പ്ലസ് A2 R2 പ്ലസ് എക്സെട്ര An R. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ വെക്ടർ 1 0 0 1 ചൂസ് ചെയ്തു. ഓക്കെ, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? A1 ഇൻറ്റു 1 0 പ്ലസ് A2 ഇൻറ്റു 0 1 ആയിരിക്കും. A1 A2 വേരി ചെയ്യുന്നതനുസരിച്ച് എനിക്ക് എന്താണ് ഡിഫറെന്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് കിട്ടും. ഇപ്പൊ A1 ഞാൻ 1ഉം A2 0 ചൂസ് ചെയ്തായിരിക്കും. 1 ഇൻറ്റു 1 0 1 0 A2 0 ചൂസ് ചെയ്തായിരിക്കും. അപ്പം 0 ഇൻറ്റു 0 1 എന്താണ് 0 വരും. അപ്പൊ ആ ലീനിയർ കോമ്പിനേഷനിൽ കിട്ടുന്ന വെക്ടർ ഏതാണ്? 1 0 ആണ്. അതായത് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ A1 0ഉം A2 1ഉം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എന്താണ്? 0 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 0 1. അപ്പൊ എന്താണ് 0 1 അല്ലേ? ഇപ്പൊ A1 A2 1 ആണ് ചൂസ് ചെയ്തെങ്കിലോ 1 0 പ്ലസ് 1 0 1 എന്ന് വരും. അതായത് 1 1 എന്ന് വരും. ഇനിയല്ല A1 A2 0 ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 0 1 ഈക്വൽ ടു 0 വെക്ടർ കിട്ടും അല്ലേ? ഇതാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും ആണ് പറയുന്നത്. ഞാൻ എല്ലാം ഒരു 2 ഡയമെൻഷണൽ സ്പേസിലാണ് പറയുന്നത്. നിങ്ങൾ അതൊരു ഇമാജിൻ ചെയ്യാം. അതിനേക്കാളും കൂടിയ ഡയമെൻഷൻ, ഇപ്പോൾ ഒരു 3 ഡയമെൻഷനിലൊക്കെ അതുവരെ നോക്കിയാൽ മതി. 3 ഡയമെൻഷനൊക്കെ ആയാലും എങ്ങനെ, അല്ലെങ്കിൽ ഒരു 4 ഡയമെൻഷൻ ആയാലും എങ്ങനെ. 4 ഡയമെൻഷൻ വെച്ചാൽ 4 ടപ്പിൾസ് വരും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം ഇവിടെ ഇപ്പൊ നോക്കുക നിങ്ങൾ, ഞാൻ പ്ലെയിനിൽ നിന്ന് 1 0യും 2 0യും ചൂസ് ചെയ്തു. ഇതൊക്കെ എന്താണ്? പ്ലെയിനുള്ള വെക്ടേഴ്സ് ആണല്ലോ. ഇത് നോക്കിയേ, ഇവിടെ 2 0 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 0 എന്ന് എഴുതാലോ അല്ലേ? അതായത് 2 0 പ്ലസ് 2 ഇൻറ്റു 1 0 എന്ത് കിട്ടി? വിച്ച് ഇസ് പ്ലസ് അല്ല, ഇവിടെ സോറി മൈനസ് എടുക്കാം. മൈനസ് 2 ഇൻറ്റു 1 0 എന്താണ്? 0 അല്ലേ? 2 മൈനസ് 2 ഇൻറ്റു 1 അത് 2 മൈനസ് 2 0. 0 മൈനസ് 0 0. സോ ഇതെന്താണ്? 0 വെക്ടർ ആണ് കിട്ടുന്നത് അല്ലേ? അതായത് നമ്മൾക്ക് ഈ 2 0ന്റെയും 1 0ന്റെയും ലീനിയർ കോമ്പിനേഷൻ ഇവിടെ എന്ത് കിട്ടി? 0 കിട്ടി. എങ്ങനത്തെ ലീനിയർ കോമ്പിനേഷൻ ആണ്? അതിന്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള ടേംസ് ഇപ്പൊ A1 A2 എടുത്താൽ അതെന്താണ്? നോൺ സീറോ ആണല്ലേ? ഇവിടെ നോൺ സീറോ ഏസിന് ഈ ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 കിട്ടി. ഇത്തരത്തിലുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ ലീനിയർലി ഡിപ്പെൻഡന്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 1 0യും 2 0യും എന്താണ്? ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഇനി അല്ല, നിങ്ങൾക്കിപ്പം വേറെ പ്ലെയിനിൽ തന്നെ ഞാൻ 1 0 2 1 നെക്സ്റ്റ് എന്താണ് 0 1 എടുത്തു. ഓക്കെ, 0 1 ഈ വെക്ടേഴ്സിൽ നോക്കിക്കേ, ഇവിടെ എനിക്ക് 2 1ന് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കിയേ? 2 ഇൻറ്റു 1 0 പ്ലസ് 0 1 എഴുതാൻ പറ്റുമോ നോക്കിയേ? 2 ഇൻറ്റു 1 0 എന്താണ്? 2 0 പ്ലസ് 0 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2 1 അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവിടെ കിട്ടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ എഴുതാം? ഈ ഒരു ഇക്വേഷൻ തന്നെ എങ്ങനെ എഴുതാം? 2 1 മൈനസ് 2 ഇൻറ്റു 1 0 പ്ലസ് 0 1 പ്ലസ് 0 1 അല്ല മൈനസ് 0 1 മൈനസ് 0 1 എന്ത് കിട്ടും നോക്കിയേ? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇവിടെ 2 1 മൈനസ് നോക്കിക്കേ, ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 1 മൈനസ് 0 2 2 ഇൻറ്റു 0 മൈനസ് 1 മൈനസ് കോമൺ 2 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾക്ക് എന്താണ് ഇവിടെ ഒരു എന്ത് കിട്ടി? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എന്ത് കിട്ടി? 1 0 2 1 0 1 such that which is equal to 0 0. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്? ഈ ലീനിയർ കോമ്പിനേഷന്റെ കോഎഫിഷ്യൻസ്, ഓരോ ടേമിന്റെയും കോഎഫിഷ്യൻസ് എന്താണ്? നോൺ സീറോയും കൂടി വരുന്നത്. അങ്ങനെ ഒരു നോൺ സീറോ കോഎഫിഷ്യൻസ് വരുന്ന ഒരു ലീനിയർ കോമ്പിനേഷൻ 0 വെക്ടർ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ്? ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻസ് വേറൊന്നും മീൻ ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയപ്പോൾ 2 1 നമുക്ക് എന്താണ്? 1 0ന്റെയും 0 1ന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയില്ലേ? അതായത് ലീനിയർലി ഡിപ്പെൻഡന്റ് വെക്ടേഴ്സിൽ ഒരു വെക്ടറിനെ മറ്റുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയും നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻസ് പറയാം. ഒന്നുകിൽ എന്താണ്? ഏതെങ്കിലും ഒരു നോൺ സീറോ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദോസ് വെക്ടേഴ്സ് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്? അവിടെ ആ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? അതിൽ തന്നെ ഏതെങ്കിലും ഒരു വെക്ടറിനെ റിമൈനിങ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെയും ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ,
ഡെഫിനിഷൻ നോക്കിയാലോ, എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ് if some linear combination of them 0 with not all of the coefficients equal to 0. എന്താ പറഞ്ഞത്? A set of vectors is linearly dependent. എപ്പോഴാണ്? If some linear combination of them is 0. ഏതെങ്കിലും ഒരു linear combination എന്താവുക? 0 ആവുക. With one condition. എന്താണ്? With not all of the coefficients equal to 0. എല്ലാ coefficients 0 ആവാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ലീനിയർ കോമ്പിനേഷൻ 0 കിട്ടുന്നുവെങ്കിൽ ആ സെറ്റ് വെക്ടേഴ്സിന് ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ ഒരു ഫോമിൽ പറയാ വെച്ചാൽ ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് R1, R2, etc. Rn is said to be linearly dependent if എപ്പോ A1 R1 plus A2 R2 plus etc. An Rn equal to 0. അതല്ലേ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. If some linear combination of them is 0 with not all of the coefficients equal to 0. With എന്താണ്? Not all of the coefficients ഇവിടെ എന്താണ്? A1, A2, etc. An. അതായത് AI എന്ന് എനിക്ക് പറയാം. With not all AI equal to 0. ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലീനിയർ കോമ്പിനേഷൻ ഈ വെക്ടേഴ്സിന് ഉണ്ടെങ്കിൽ, 0 കിട്ടുന്ന ഒരു ലീനിയർ കോമ്പിനേഷൻ ഈ ഒരു വെക്ടേഴ്സിന് ഉണ്ടെങ്കിൽ നമ്മൾ ആ വെക്ടേഴ്സിന് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ വെക്ടേഴ്സ് ആയ 1 0 2 0 ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. പിന്നെ രണ്ടാമത് പറഞ്ഞ ഏതാണ്? 1 0 0 1 then 2 1. ഇതെന്താണെന്ന് പറയാം? ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. ലീനിയർലി ഡിപെൻഡന്റ് അല്ലാത്ത ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ലീനിയർലി ഡിപെൻഡന്റ് അല്ലാത്ത സെറ്റിനെയാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ലീനിയർലി ഡിപെൻഡന്റ് അല്ലാത്ത വെക്ടേഴ്സിനെയാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. അതായത് A1 x1 A1 R1 plus A2 R2 plus etc. An Rn equal to 0 implies each AI equal to 0. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഈ വെക്ടേഴ്സ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. എന്താണ്? നമുക്ക് ഏത് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഈച്ച് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായാലും 0 വെക്ടർ കിട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും എ നോൺ 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയും. എല്ലാ എസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് എന്താണ്? ലീനിയർലി independent vectors എന്ന് പറയും. The set which is not linearly dependent is called linearly independent. That is a set of vectors R1, R2, etc. Rn is said to be linearly independent if A1 R1 plus A2 R2 plus etc. An Rn equal to 0 implies each A equal to 0. For example, നിങ്ങൾ 1 0 0 1 എന്ന വെക്ടർ കൺസിഡർ ചെയ്തേ. R2 ഉള്ള വെക്ടേഴ്സ് ആണ്. നമുക്ക് നോക്കണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ. അതിന് വേണ്ടിയിട്ട് A1 into 1 0 plus A2 into 0 1 equal to 0 എടുത്തു. ഏതോ ഒരു വെക്ടേഴ്സിന് ഏതോ ഒരു കോഎഫിഷ്യൻസ് A1 A2 ഇത് ഈക്വൽ ടു 0 എന്ന് സപ്പോസ് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈച്ച് A1 A2 0 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് A1 and A2 ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയി. അല്ലെങ്കിൽ അതെന്താണ്? ലീനിയർലി ഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുക. അല്ലെ? ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? A1 A2 അല്ലെ? ലെഫ്റ്റ് സൈഡിൽ A1 A2 ഈക്വൽ ടു 0 0. അതായത് കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്യുന്നേരം A1 ഈക്വൽ ടു 0 A2 ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടി? ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് A1 ഈക്വൽ ടു 0 A2 ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? 1 0 0 1 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. പ്ലെയിനിലുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ A equal to I plus J. I plus J എന്ന് പറയുന്നത് ഏതായിരിക്കും ഫോം വരിക? I ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ഏതാണ്? 1 വരും. Y കോർഡിനേറ്റ് 1. B equal to I plus K. ഇതിന്റെ ഇവിടെ I J K 3 ടപ്പിൾ ആണ്. 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിലാണ് വരുന്നത്. അപ്പം I1 J1 ഇവിടെ K ന്റെ ടേം ഇല്ലല്ലോ, 0 K അല്ല, അപ്പോൾ 0. B നോക്കി I plus K. I plus K എന്ന് പറഞ്ഞാൽ 1 0 1. 2I plus J plus K 2 1 1. ഓക്കെ, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ നോക്കാം. അതിനുവേണ്ടി ഞാൻ A plus B minus C കൺസിഡർ ചെയ്തു. A plus B minus C equal to I plus J plus I plus K minus 2I plus J plus K. ഇത് ചെയ്തപ്പോൾ എന്നിട്ട് ഈ രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്യുന്നതാണ് 2I plus J plus K minus 2I plus J plus K which is equal to 0. എന്നിട്ട് എന്ത് കിട്ടി? A plus B minus C equal to 0. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1, ബിയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1, സിയുടെ കോഎഫിഷ്യന്റ് -1. അപ്പോൾ ഇതിന് നോൺ സീറോ കോഎഫിഷ്യന്റ്സ് ഉണ്ട് such that എന്ത് A plus B minus C equal to 0. So A, B and C are linearly dependent. ഇനി അടുത്ത നോക്കിക്കേ. A equal to I, B equal to J, C equal to K. ഇനി നമ്മൾ നോക്കുക, കോമ്പിനേഷൻ എടുത്ത് നോക്കുക.
Suppose a1a plus a2b plus a3c equal to 0. 0 ആണെന്ന് സപ്പോസ് ചെയ്യും. a1 എന്താണ്, a1 a എന്താണ് I പ്ലസ് a2 b എന്താണ് j പ്ലസ് a3 c എന്താണ് k which is equal to 0 എന്ന് വെച്ചാൽ എന്താണ് 0i പ്ലസ് 0j പ്ലസ് 0k ആണല്ലോ. അപ്പൊ കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത് ഐന്റെ കോഎഫിഷ്യൻസ് ജെയുടെ കോഎഫിഷ്യൻസ് കെയുടെ കോഎഫിഷ്യൻസ്, അതായത് എക്സ് ടേംസ് വൈ ടേംസ് k കോമൺ, എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ് സെഡ് കോമ്പണന്റ് ഇക്വേറ്റ് ചെയ്യുന്നത് എന്ത് കിട്ടി, a1 ഈക്വൽ ടു 0, a2 ഈക്വൽ ടു 0, a3 ഈക്വൽ ടു 0. ഇത് എന്ത് കിട്ടി, ഈ എയും ബിയും സിയും എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ, ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നമ്മള് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ലീനിയർലി ഡിപ്പെൻഡൻസും ലീനിയർലി ഇൻഡിപെൻഡൻസും ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. നമ്മൾക്ക് 4 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 1 4 minus 5, സെക്കൻഡ് വൺ 5 2 1, തേർഡ് വൺ 2 minus 1 3, fourth one 3 minus 6 11. We need to check R1 R2 R3 and R4 are linearly dependent or linearly independent. അതിനുവേണ്ടി എന്താണ് എടുക്കുന്നത് വെച്ചാൽ നമ്മളൊരു മെട്രിക്സ് എ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഓരോ റോയും ഈ തന്നിരിക്കുന്ന ഓരോ വെക്ടേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് റോ നോക്കിയ R1, സെക്കൻഡ് റോ നോക്കിയ R2, തേർഡ് റോ നോക്കിയ R3, ഫോർത്ത് റോ എന്താണ് R4 ആണല്ലോ. ഇനി ഇതിനെന്താക്കുന്ന വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഈ ഒരു മെട്രിക്സിന് റോ റെഡ്യൂസ് ചെയ്യാം. ഈ മെട്രിക്സിന് റോ റെഡ്യൂസ് ചെയ്യാം. റോ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, എ എന്താണ്, ഇനി നോക്കാം ഫസ്റ്റ് നോൺ സീറോ കോമ്പണന്റ് 1 ആക്കാം, ഇവിടെ 1 ആണല്ലോ, സോ അതൊന്നും ചെയ്യാനില്ല. ഇനി അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റിമൈനിങ് ടേംസ് എന്തായിരിക്കണം, 0 ആക്കണം. 5ന് 2ന് 3ന് 0 ആക്കണം. R1 യൂസ് ചെയ്തിട്ട് 0 ആക്കണം. അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യാം, R2 5 ആണല്ലോ ഇവിടെ വരുന്നത്, R2 ചേഞ്ച് ടു R2 മൈനസ് 5 R1. ഓക്കെ, ഇനി R3 ചേഞ്ച് ചെയ്യാൻ എന്താണ്, ഇവിടെ 2 ആണല്ലോ, 2ന് എങ്ങനെ 1 യൂസ് ചെയ്ത് മൈനസ് 0 ആക്കാം. R3 changed to R3 minus 2 R1. Next R4 changed to R4 minus 3 R1. ഈ 3 steps ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 4 minus 5 0 minus 18 26 0 minus 9 30 0 minus 18 26 ഇത്രയും കിട്ടി. ഇനി ഇവിടെ നോക്കാം. ഇനി അടുത്തത് എന്താണ്, ഈ മൈനസ് 18നെ 1 ആക്കണം. അപ്പൊ എന്ത് വേണം, മൈനസ് R2നെ മൈനസ് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം എന്ത് വന്നു, 1 4 minus 5 0 1 minus 13 by 9 0 minus 9 30 0 minus 18 26 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ 1 ആണല്ലോ ഉള്ളത്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ റിമൈനിങ് എല്ലാം 0 ആക്കാം. പവർ മൈനസ് 9 മൈനസ് 18 0 ആക്കാം. അതിന് 4ന് 0 ഒക്കെ എങ്ങനെയാണ്, R1 changed to R1 minus 4 R2, R3 changed to R3 plus 9 R2, R4 changed to R4 plus 18 R2. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 107 by 9 0 1 minus 13 by 9 0 0 0 0 0 0. ഓക്കെ, അങ്ങനെ ഈ റോ റെഡ്യൂസ് ചെയ്തതിന് ശേഷം ആ റോ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അത്രയും ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടാവും. നമുക്ക് ഇവിടെ എന്താണ് സെറ്റ്, R1 R2 R3 R4 ആയിരുന്നു. ഇത് ഓരോന്ന് എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയാണ്, 2 ലീനിയർലി ഡിപെൻഡന്റ് റോസ് ആണുള്ളത്. അപ്പൊ ഈ സെറ്റിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട്, 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട്. ഇനി നിങ്ങൾ ജനറൽ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നേരം നിങ്ങൾക്ക് കുറച്ച് വെക്ടേഴ്സ് തന്നിട്ട് ഇതിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കാണാം, അല്ലെങ്കിൽ എത്ര ലീനിയർലി ഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കാണാം, റാങ്ക് ഓഫ് എ, അതായത് റോ റെഡ്യൂസ് ചെയ്തിട്ട് റാങ്ക് ഓഫ് എ കാണാൻ പറ്റുമല്ലോ. റാങ്ക് ഓഫ് എ കാണാം. ഒരു മെട്രിക്സ്, ആ ഒരു മെട്രിക്സ് വെക്ടേഴ്സിനെ റോസ് ആയിട്ട് വരുന്ന രീതിയിൽ മെട്രിക്സ് എഴുതുക, ദെൻ അതിന്റെ റാങ്ക് കാണാം. നമുക്ക് റാങ്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റോ റിഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ റോ റെഡ്യൂസ്ഡ് മെട്രിക്സിലുള്ള നോൺ സീറോ റോസ് വെച്ചിട്ട് നമുക്ക് റാങ്ക് കാണാം. അപ്പൊ റാങ്ക് കണ്ടതിന് ശേഷം റാങ്ക് ഓഫ് എ എത്രയാണോ അത്രയും നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ്, റാങ്ക് ഓഫ് എ എത്രയാണ്, 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണല്ലോ. മൊത്തം എത്ര വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, 4 വെക്ടേഴ്സ്. അതിൽ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ബാക്കി 2 എന്താണ്, ലീനിയർലി 2 കൂടി ചേരുന്നത് എന്താ, അതായത് മൊത്തത്തിൽ ഈ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതായത് സെറ്റ് R1 R2 R3 R4 എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതിൽ തന്നെ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് വരുന്നുണ്ട്. Here rank of A equal to 2 which is less than 4. Now മൊത്തം എത്ര വെക്ടേഴ്സ് ഉണ്ട്, 4 ഉണ്ട്, which is less than 4. Therefore the given vectors are not linearly independent. അതായത് മൊത്തത്തിൽ ആ വെക്ടർ എന്താ, ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, അതായത് ആ വെക്ടേഴ്സ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് ആണ്. Hence R1 R2 R3 R4 are linearly dependent. The number of linearly independent vectors among R1 R2 R3 R4 is the rank of A, that is 2.
2 is the linearly independent vectors, the number of linearly independent vectors among R1, R2, R3, R4. Hence, there are 2 linearly independent vectors among R1, R2, R3, R4. Okay. ഇപ്പൊ നിങ്ങളോട് വെക്ടേഴ്സ് തന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എത്ര ഉണ്ട്, ലീനിയർലി ഡിപെൻഡന്റ് വെക്ടേഴ്സ് എത്ര ഉണ്ട്, തന്നിരിക്കുന്നത് മൊത്തത്തിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ഇവിടെ മൊത്തത്തിൽ എത്രയാണ് 4 എലമെന്റ്സ് ആയിരുന്നുള്ളത്. ആ 4 എലമെന്റ്സ് റോ ആയിട്ട് വരുന്ന രീതിയിൽ മെട്രിക്സ് എഴുതി. ഇപ്പൊ 5 എലമെന്റ്സ് ആണെങ്കിൽ 5 റോ ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. അതിനെ റോ റെഡ്യൂസ് ചെയ്തിട്ട് റാങ്ക് കാണുക. റാങ്ക് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന നമ്പർ ഓഫ് വെക്ടേഴ്സിന് ഈക്വൽ ആണെങ്കിൽ എന്ത് വരും, അത് മൊത്തത്തിൽ എന്താവും, ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിരിക്കും. അപ്പം അല്ല എങ്കിൽ റാങ്ക് ഓഫ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ് ആണെങ്കിൽ ആ സെറ്റ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണ്. അതിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും, 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പം നമുക്ക് എന്താണ് R1, R2, R3, R4. ഈ സെറ്റ് R1, R2, R3, R4 എന്ന് പറയുന്ന സെറ്റ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് ആണ്. കാരണം എന്താണ്, 2 ആണ് റാങ്ക് ഓഫ് എന്ന് പറയുന്നത്, ലെസ് ദാൻ 4 ആണ്. അപ്പൊ ഇത് സെറ്റ് എന്താണ്, ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതിൽ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കും. അതിന് മുന്നൊരു കാര്യം കൂടി പറയാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ ഒരു ഫോമിലല്ലേ വെക്ടേഴ്സ് തന്നിട്ടുള്ളത്. ഇനി അല്ല, ഇങ്ങനെയാണെന്ന് വിചാരിക്കും, i പ്ലസ് ജെ പ്ലസ് കെ ഐ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതണം മെട്രിക്സ് എന്ന് പറയുന്നത്, മെട്രിക്സ് ഈക്വൽ ടു ഫസ്റ്റ് വെക്ടറിന്റെ കോമ്പണൻസ്, എക്സ് കോമ്പണന്റ് ഇവിടെ, വൈ കോമ്പണന്റ് ഇവിടെ, സെഡ് കോമ്പണന്റ് ഇവിടെ. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്താ, ഫസ്റ്റ് വെക്ടറിന്റെ ഐ കോമ്പണന്റ്, എക്സ് കോമ്പണന്റ് ഇവിടെ എഴുതാം. ഇവിടെ എക്സ് കോമ്പണന്റ് എന്താണ്, ഇവിടെ ഫസ്റ്റ് ഐ പ്ലസ് ചെയ്യണേ. അപ്പൊ എന്തോരും 1, വൈ കോമ്പണന്റ് 1, സെഡ് കോമ്പണന്റ് 0. നെക്സ്റ്റ് ഏത് എഴുതിയിരിക്കുന്നത്, ജെ പ്ലസ് കെ ആണല്ലോ. ഇപ്പം എക്സ് കോമ്പണന്റ് ഇല്ലല്ലോ, 0, വൈ കോമ്പണന്റ് 1, സെഡ് കോമ്പണന്റ് 1. നെക്സ്റ്റ് ഞാൻ ഇത് എഴുതിയിരിക്കുന്ന ഐ എന്ന് പറയുന്നത് എക്സ് കോമ്പണന്റ് 1, റിമൈനിങ് 2 കോമ്പണന്റ്സ് 0. അപ്പൊ മെട്രിക്സ് ഇങ്ങനെ എഴുതാം. ഏത് രീതിയിൽ വെക്ടർ റെപ്രസെന്റ് ചെയ്താലും മെട്രിക്സ് എ എഴുതാം. എന്നിട്ട് എന്ത് എഴുതാം, റാങ്ക് കാണാം. എന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 4 ആയിരുന്നു കിട്ടിയതെങ്കിൽ എന്ത് പറയാം, ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയനെ. നെക്സ്റ്റ് linearly independence of functions. Linearly independence of functions. If f1 of x, f2 of x, etc. fn of x have derivatives of order n minus 1 and if the determinant w equal to f1 of x, f2 of x, etc. fn of x. സെക്കൻഡ് റോൾ എന്താ വരുന്നത്, ഈ ഓരോ ഫംഗ്ഷന്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് f1 dash of x, f2 dash of x, etc. fn dash of x. തേർഡ് റോ എന്താണ്, ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് f1 ഡബിൾ ഡാഷ് ഓഫ് x, f2 ഡബിൾ ഡാഷ് ഓഫ് x, എക്സെട്ര fn ഡബിൾ ഡാഷ് ഓഫ് x. ലാസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് റോ nth റോയിൽ എന്താണ് വരുന്നത്, f1 n minus 1th ഡെറിവേറ്റീവ് ഓഫ് ഈച്ച് ഫംഗ്ഷൻസ് എഴുതുക. ഇതേ ഓർഡറിൽ തന്നെ ഫസ്റ്റ് f1ന്റെ n minus 1th ഡെറിവേറ്റീവ്, സെക്കൻഡ് f2ന്റെ n minus 1th ഡെറിവേറ്റീവ്, എക്സെട്ര എന്താണ് fnന്റെ n minus 1th ഡെറിവേറ്റീവ്. ഇതാണ് W എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ഈ തന്നിരിക്കുന്ന മെട്രിക്സ്. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ then the functions are linearly independent. ഓക്കെ. ഈ ഇൻഡിപെൻഡൻസ് മാത്രമേ പറയുള്ളൂ, ഡിപെൻഡൻസ് ഇവിടെ പറയുന്നില്ല. ഇങ്ങനെ ഐഡന്റിക്കലി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ linearly independent ആയിരിക്കും. ഡിപെൻഡന്റ് ആണെന്നുള്ളത് ഇവിടെ പറയുന്നില്ല, ഇൻഡിപെൻഡൻസേ പറയുന്നുള്ളൂ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദ ഫങ്ഷൻസ് 1 x sin x are linearly independent. ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്, 1 2 3 ഫംഗ്ഷൻസ് ഉണ്ട്. f1 of x equal to 1, f2 of x equal to x, f3 of x equal to sin x. linearly independence ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിറ്റർമിനന്റ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അതിൽ എത്രാമത്തെ ഡെറിവേറ്റീവ് വരെ കാണണം, നമ്മൾ 3 - 1 equal to 2 സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണണം. ഇനി ഇത് linearly independent ആണുള്ള കണ്ടീഷൻ എന്താണ്, ഈ ഒരു ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് f1 of x എന്താണ്, 1 ആണ്. സോ fn dash of x എന്തായി, 0 വന്നു. f2 dash of x എന്തായി, 1 വന്നു. f3 dash of x എന്താണ്, cos x വന്നു. ഓക്കെ. ഇനി അടുത്തത് f1 double dash of x എന്താണ്, 0. f2 double dash of x equal to 0. f3 double dash of x equal to minus sin x വന്നു. cos x ഡെറിവേറ്റീവ് minus sin x. ഇനി നമ്മുടെ w ഇതിനെ റോൺസ്കിയൻ എന്നാണ് കേട്ടോ പറയാം. ഈ ഒരു ഡിറ്റർമിനന്റ് റോൺസ്കിയൻ എന്ന് പറയും. സോ കൺസിഡർ w which is equal to 1 x sin x, 0 1 minus cos x, 0 0 minus 1. about ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്നത് 1 into 1 x sin x ഉം 0 1 cos x ഉം 0 0 minus sin x ആണ് വരുന്നത്. ഇനി ഡിറ്റർമിനന്റ് കാണുന്നത് 1 into about ഫസ്റ്റ് കോളത്തിൽ കാണാം 1 into
1 into minus sin x minus 0 into cos x. എന്നിട്ട് എന്താണ് മൈനസ് sin x which is not identically equal to 0. സോ നമ്മൾക്ക് എന്താ പറയാം, തന്നിരിക്കുന്ന ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. f1 of x equal to x, f2 of x equal to sin x, f3 of x equal to 2x minus 3 sin x. 3 functions ആണ്. So 3 minus 1 equal to 2. സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണണം. f1 dash of x എന്ത് വരും, x ന്റെ ഡെറിവേറ്റീവ് 1, f1 double dash of x എന്ത് വരും, 1 ന്റെ ഡെറിവേറ്റീവ് 0. ഇനി f2 of x sin x ആണ്. sin x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് cos x, സെക്കൻഡ് ഡെറിവേറ്റീവ് minus sin x. ഇനി അടുത്ത എന്താണ്, f3 of x equal to 2x minus 3 sin x. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും, 2 minus 3 cos x. അല്ലെ, 2x ന്റെ ഡെറിവേറ്റീവ് 2 minus 3x sin x ന്റെ ഡെറിവേറ്റീവ് 3 cos x. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് 0 വന്നു, മൈനസ് cos x ന്റെ 3 cos x. cos x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, sin x minus sin x, മൈനസും മൈനസും പ്ലസ് ആയി ഫിസിക്കൽ 3 sin x. ഇനി ഈ ഡിറ്റർമിനന്റ് കൺസിഡർ ചെയ്യുക. ഓരോന്നിനും വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത് എന്താണ്, x sin x 2x minus 3 sin x, 1 cos x 2 minus 3 cos x, 0 minus sin x 3 sin x. ഇനി ഈ ഡിറ്റർമിനന്റ് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോക്കാം. ഇവിടെ C3 ചേഞ്ച് ചെയ്തു. ഞാൻ ലീനിയർ കോമ്പിനേഷൻസ് ഒന്നും എടുത്താലും ചേഞ്ചസ് ഒന്നും ഡിറ്റർമിനന്റിന്റെ വാല്യൂടെ ചേഞ്ചസ് എത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ തേർഡ് കോളത്തിന് ഞാൻ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ C3 minus 3C2, C3 minus 3C2. നോക്കാം, ഇതിൽ ഈ എഴുതിയിരിക്കുന്നത് 3 sin x, sin x നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, ഇതിൽ 3 cos x, cos x നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, 3x ഇതിന്റെ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് sin x മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 3 sin x. അപ്പൊ ഞാൻ എങ്ങനെ വേരി ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ C3 ചേഞ്ച് ടു C3 plus 3C2 പ്ലസ് ചെയ്യുക. അന്നേരം എന്ത് വരും, 2x minus 3 sin x plus 3 sin x, 2x വന്നല്ലോ, 2 minus 3 cos x plus 3 cos x, 2 വന്നല്ലോ, 3 sin x plus minus 3 sin x, 0 വന്നല്ലോ. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു മെട്രിക്സ് ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂന് ഈക്വൽ ആവും. ഇനി നോക്കാം, ഇനി ഡിറ്റർമിനന്റ് about the last row എടുക്കാം, 0 minus sin x 0. അത് എന്ത് വരും, 0 into determinant of ഈ ഒരു 2/2 മെട്രിക്സ് പ്ലസ് പ്ലസ് അല്ല മൈനസ് അല്ല വരിക, മൈനസ് sin x into ഇപ്പൊ പ്ലസ് sin x അല്ലല്ലോ, sin x into x into 2 minus 1 into 2x, 2x minus 2x plus 0 into ഈ ഒരു 2/2 മെട്രിക്സ് ഡിറ്റർമിനന്റ്. ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 0 ആയി, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ, sin x into 2x minus 2x which is equal to 0 എന്ന് കിട്ടി. പക്ഷെ നമ്മൾ ഫംഗ്ഷൻസ് നോക്കിയേ, f1 of x ഉം f2 of x f3 of x നോക്കിയേ, ഇവിടെ x എന്താണ്, x ന്റെ 2x വന്നു, sin x നോക്കുന്നത് മൈനസ് 3 sin x. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, f3 of x equal to 2 f1 of x പ്ലസ് എന്തെന്ന് എഴുതാം, പ്ലസ് അല്ല മൈനസ് 3 f2 of x എന്ന് എഴുതിക്കൂടെ. എന്നപ്പോ എന്ത് കിട്ടി, ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ 3 f3 of x minus 2 f1 of x plus 3 f2 of x is equal to 0 എന്ന് വന്നു അല്ലേ. അപ്പൊ എന്താണ്, ഇങ്ങനെ നമ്മൾക്ക് ലീനിയർലി ഡിപെൻഡൻസിന്റെ ഡെഫിനേഷൻ അറിയാം. എന്താണ്, a1 plus f1 f2 f3 വെച്ച് നോക്കുക, a1 f1 plus a2 f2 plus a3 f3 ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന രീതിയിൽ നോൺ സീറോ സെറ്റ് ഓഫ് ai's ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നോൺ സീറോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഇതൊരു ലീനിയർലി ഡിപെൻഡൻസ് സെറ്റ് ആവും. അപ്പൊ എന്ത് കിട്ടി ഇവിടെ, ഓക്കെ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നോൺ സീറോ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ എന്താണ്, f1 f2 f3 ലീനിയർലി ഡിപെൻഡന്റ് ആണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോന്നേ പറയാൻ പറ്റുള്ളൂ. ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ, ഐഡന്റിക്കലി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനിയിപ്പോ ഇത് ആ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു വാല്യൂ ഈക്വൽ ടു 0, ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നോ ലീനിയർലി ഡിപെൻഡന്റ് എന്നോ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഈ ഫംഗ്ഷൻസ് നോക്കിയപ്പോൾ എന്ത് കിട്ടി, 2 f1 of x minus 3 f2 of x plus f3 of x എന്താണെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. സോ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെന്ന് പറയാം അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തൊരു ഫംഗ്ഷൻ നോക്കിയേ, sin x ഉം cos x ഉം. 2 ഫംഗ്ഷൻസേ വരുന്നുള്ളൂ. 2 minus 1 equal to 1 ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ കണ്ടാൽ മതി. f1 of x equal to sin x, f2 of x equal to cos x, f1 dash of x equal to cos x, f2 dash of x equal to minus sin x. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് എടുക്കുന്ന w equal to f1 of x, f2 of x, f1 dash of x, f2 dash of x. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ sin x cos x, ഡിറ്റർമിനന്റ് ഓഫ് sin x cos x minus sin x. ഡിറ്റർമിനന്റ് എടുക്കുന്നത് എന്ത് വരും,
sin x into minus sin x minus cos x into cos x. അതായത് minus sin square x minus cos square x. Minus പുറത്തെടുത്താൽ sin square x plus cos square x which is equal to minus 1 which is not identically equal to 0. So നമ്മൾക്ക് എന്താ പറയുക, sin x ഉം cos x ഉം linearly independent ആണ് എന്ന് പറയാം. ഇനി അടുത്തത് okay, new set. f1 of x equal to x, f2 of x equal to x, f3 of x equal to x raised to x. Linearly independence check ചെയ്യണം. f1 dash of x ഇവിടെ എത്രയാണ് 3 functions, so 3 minus 1 equal to 2. second derivative വരെ കാണാം. f1 dash of x എന്ത് വരും, x ന്റെ first derivative 1, 1 x ന്റെ second derivative എന്ത് വരും, 1 ന്റെ first derivative. So ഇനി f2 of x ന്റെ first derivative e raised to x, e raised to x ന്റെ second derivative എന്താണ്, e raised to x ആണ്. f3 of x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് x raised to x അല്ലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായാലും ഇവിടെ പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഈ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് x ഡെറിവേറ്റീവ് 1, 1 ഇൻറ്റു e raised to x പ്ലസ് x ഇൻറ്റു e raised to x ന്റെ ഡെറിവേറ്റീവ് അതായത് e raised to x. നെക്സ്റ്റ് f1 dash of x f3 double dash of x which is equal to ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, e raised to x പ്ലസ് ഇവിടെ അഗൈൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്ത് വന്നു, e raised to x പ്ലസ് x e raised to x എന്ന് വന്നു. ഈ ഡിറ്റർമിനന്റിൽ കൊടുത്തു നോക്കുന്നത് എന്ത് വരും, എക്സ് ഡിറ്റർമിനന്റ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്, എക്സ് ഇ റേസ് ടു എക്സ്, വൈ വൺ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ്, 0 ഇ റേസ് ടു എക്സ്, 2 ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു എക്സ്. ഇവിടെ 2 ഇ റേസ് ടു എക്സ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇടയിൽ 2 ഇ റേസ് ടു എക്സ് നോക്കി. ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇനി അബൌട്ട് ഫസ്റ്റ് കോളത്തിൽ ഡിറ്റർമിനന്റ് കാണുന്നത് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 e raised to x plus x e raised to x minus e raised to x into e raised to x plus x e raised to x minus 1 into e raised to x into 2 e raised to x plus x e raised to x minus e raised to x into x e raised to x which is equal to, പിന്നെ തേർഡ് 0 അല്ല പറയില്ല, which is equal to x into പ്രോഡക്റ്റ് എടുക്കുന്നത് 2 e raised to ഇവിടെ എന്ത് e raised to x into 2 e raised to x അതായത് 2 e raised to 2x പ്ലസ് x e raised to 2x മൈനസ് പ്രൊഡക്റ്റ് എടുത്തേ e raised to 2x, ഇവിടെ പ്രൊഡക്റ്റ് എടുക്കുന്നത് മൈനസ് എക്സ് ഇൻറ്റു എക്സ് e raised to x മൈനസ് എക്സ് e raised to 2x എന്ന് തോന്നുന്നു. ഇനി ഇവിടെ എടുക്കുന്നത് എന്തൊരു മൈനസ് 2 e raised to 2x പ്ലസ് എക്സ് e raised to 2x മൈനസ് എക്സ് e raised to 2x. ഇത് രണ്ടും ഇവിടെ ക്യാൻസൽ ആവും. ആൻഡ് ഇവിടെ എക്സ് e raised to x ഉം എക്സ് e raised to x ഉം ക്യാൻസൽ ആവും. 2 e raised to x മൈനസ് 2 e raised to 2x മൈനസ് e raised to 2x എന്ന് വന്നു, e raised to 2x എന്ന് വന്നു. സോ x ഇൻറ്റു e raised to 2x മൈനസ് 2 e raised to 2x എന്ന് വന്നു. ദെൻ w എന്താണ്, ഇതാണല്ലോ കിട്ടിയത്, വിച്ച് ഇസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 അല്ലല്ലോ. സോ f1 f2 f3 എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു, ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളൊരു ഡിറ്റർമിനന്റ് ഓഫ് എ മാട്രിക്സ് എടുക്കുന്നത്, റോൺസ്കിയൻ. ഇത് ഐഡന്റിക്കലി നോട്ട് ഐഡന്റിക്കലി നമ്മൾ എന്ത് പറഞ്ഞു, അതായത് നമ്മൾ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു അല്ലേ. ഇറ്റ് ഇസ് നോട്ട് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനിയിപ്പോൾ അല്ല, w ഐഡന്റിക്കലി റോൺസ്കിയൻ ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റോ ഡിപെൻഡന്റോ ആവാം. ഇൻഡിപെൻഡന്റ് അല്ലെന്ന് അല്ലെങ്കിൽ ഡിപെൻഡന്റ് അല്ലെന്ന് പറയാൻ പറ്റില്ല, രണ്ടിൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, write 1 0 as linear combination of 1 1 and minus 1 2. അതിന് മുന്നേ linear combination of 1 1 and minus 1 2 എന്ന് വെച്ചാൽ for some scalar ഈ ഒരു പാർട്ട് നോക്കാം. linear combination of 1 1 and minus 1 2 എന്താണ്, for some scalar x and y x into 1 1 plus y into minus 1 2 ഇതിനാണ് ലീനിയർ കോമ്പിനേഷൻ. ഇങ്ങനെ എഴുതുന്നതിനാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1 1 and minus 1 2 എന്ന് പറയുന്നത്. എക്സിനും വൈക്കും വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്താണ് ന്യൂ സെറ്റ് ഓഫ് വെക്ടേഴ്സ് കിട്ടും അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, which is equal to 1 0 എന്നും വരുന്ന രീതിയിലുള്ള ലീനിയർ കോമ്പിനേഷൻ എഴുതണം. അതുപോലെ ഈ കോമ്പിനേഷൻ ഈക്വൽ ടു 1 0 കിട്ടുന്ന എക്സ് വാല്യൂസും വൈ വാല്യൂസും കാണും. ഇനി ഇതെന്താണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള എന്താണെന്ന് നോക്കി, എക്സ് ഇൻറ്റു 1 1 എന്താണ് എക്സ് എക്സ്, വൈ ഇൻറ്റു മൈനസ് 1 2 എന്താണ് മൈനസ് 1 2 വൈ. ഇനി ഇത് രണ്ടും കൂടെ ഏഡ് ചെയ്താൽ എന്ത് വരും, എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് 2 വൈയും വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 1 0. ഇനി കോർഡിനേറ്റ്സ് സെയിം പൊസിഷനിൽ വരുന്ന കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എക്സ് പ്ലസ് 2 വൈ ഈക്വൽ ടു 0. അതായത് സിസ്റ്റം ഓഫ് 2 ലീനിയർ ഇക്വേഷൻസ് വിത്ത് 2 വേരിയബിൾസ് കിട്ടിയല്ലേ. ഇതിനെ സോൾവ് ചെയ്തിട്ടുള്ള എക്സ് വൈ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്.
എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് വരും ഇവിടെ, ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് ആക്കുന്നത് എന്ത് വരും, 1 -1 1 2 എന്താണ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 0 വന്നല്ലോ. ഈ ഒരു മെട്രിക്സ് ഫോമിലാക്കി. ഇതൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണല്ലേ. അങ്ങനെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. 1 -1 1 1 2 0. ഇനി എന്ത് വേണം, ഇതിനെ റോ റെഡ്യൂസ് ചെയ്യണം. റോ റെഡ്യൂസ് ചെയ്താൽ എന്ത് വരും, ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് എലിമെന്റ് 1 ആണ്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ റിമൈനിങ് എലിമെന്റ്സ് 0 ആക്കണം. 1 -1 1. ഇതിനെ 0 ആക്കാൻ എന്ത് ചെയ്താൽ R2 ചേഞ്ച് ടു R2 - R1. അപ്പൊ 1 -1 0, 2 -1 3, 0 -1 -1 ആണല്ലോ. നെക്സ്റ്റ് എന്താണ്, ഇതിനെ 3 ആക്കണം. എന്നിട്ട് എന്ത് വരും, 3 ആക്കാൻ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 -1 1 0 1 -1 3. ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ്, ഈ മെട്രിക്സിന്റെ മൊത്തത്തിലുള്ള റാങ്ക് അത് എത്രയാണ്, 2 ആണ് വരുന്നത്. ഇനി നമ്മളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് എത്രയാണ് നോക്കിയേ, 1 -1 0 1 2 ആണല്ലോ. രണ്ടും ഈക്വൽ ആണല്ലോ വരുന്നത്. റാങ്ക് ഓഫ് ദ മെട്രിക് കോഎഫിഷ്യന്റ് മെട്രിക്സും ഓഗ്മെന്റഡ് മെട്രിക്സും 2 ആണ് വന്നത്. സോ ഇതെന്താണ്, ഈ കൺസിസ്റ്റന്റ് ഇക്വേഷൻ ആണ്. ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്, ഈ റോ റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ അകത്ത് നിന്ന് കോഎഫിഷ്യന്റ് മെട്രിക്സ് 1 -1 0 1 xy ഈക്വൽ ടു 1 -1 by 3. ഇതിൽ നിന്ന് എന്ത് കിട്ടി, x - y ഈക്വൽ ടു 1, y is equal to -1 by 3 എന്ന് കിട്ടിയില്ലേ. y is equal to -1 by 3 ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് വന്നു, x is equal to 1 plus y which implies x is equal to 1 -1 by 3. 3 -1 by 3 2 by 3. അപ്പൊ എന്ത് കിട്ടി, x ഈക്വൽ ടു 2 by 3യും y ഈക്വൽ ടു -1 by 3യും കിട്ടി. ദെൻ ആ ഒരു കോമ്പിനേഷൻ ഏതാണ് വരിക, നമ്മൾക്ക് x എന്താണ് 2 by 3 ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഏതായിരുന്നു 1 1, 2 by 3 ഇൻറ്റു 1 1 പ്ലസ് -1 by 3 ഇൻറ്റു സെക്കൻഡ് വെക്ടർ ഏതായിരുന്നു -1 by 2 1 2 -1 2 ഈക്വൽ ടു 0 1 1 0. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേ, 2 by 3 ഇൻറ്റു 1 പ്ലസ് -1 by 3 ഇൻറ്റു -1, 2 by 3 പ്ലസ് 1 by 3 3 by 3 1 കിട്ടിയല്ലോ. നെക്സ്റ്റ് 2 by 3 ഇൻറ്റു 1 -1 by 3 ഇൻറ്റു 2 എന്ന് വരും. 2 by 3 പ്ലസ് -1 by 3 ഇൻറ്റു 2 ജസ്റ്റ് ഈക്വൽ ടു എന്താണ് 0 ആണ്. 0 കിട്ടിയില്ലേ. സോ ഇങ്ങനെയാണ് നമ്മളൊരു വെക്ടറിന്റെ റിമൈനിങ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് എന്താണ് R1 R2 എക്സെട്ര Rn. ഒരു വെക്ടർ Rന് ഇത്രയും വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാം, ഫസ്റ്റ് R is equal to x1 R1 പ്ലസ് x2 R2 പ്ലസ് എക്സെട്ര xn Rn എന്ന് എഴുതുക. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കോർഡിനേറ്റ്സ് ഒക്കെ ഇക്വേറ്റ് ചെയ്ത് വരുന്നത് നമ്മൾക്ക് എന്താണ്, സിസ്റ്റം ഓഫ് n ലീനിയർ ഇക്വേഷൻ വിത്ത് n അൺനോൺസ് വരും, n വേരിയബിൾസ് വരും. അതിൽ നിന്ന് നോൺ ഹോമോജീനിയസ് ഹോമോജീനിയസ് ആവും. അതിനനുസരിച്ച് സൊല്യൂഷൻ x1 x2 എക്സെട്ര xnന്റെ സൊല്യൂഷൻസ് കണ്ടിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലീനിയർ കോമ്പിനേഷൻ കിട്ടും. ഇനി അങ്ങനെ ഒരു എക്സൈസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ എന്താണ്, ഇതൊരിക്കലും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റില്ല. R ന് ഒരിക്കലും R1 R2 എക്സെട്ര Rnന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ്